everyone, I'm Shani Naushad. Welcome back to my channel Fain Maths Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ വീഡിയോ കണ്ടു തീരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക, അതോടൊപ്പം തന്നെ ബെലൈക്കണും പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Two angles forming a linear pair are first one complementary, second one supplementary, third one reflex. അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? Two angles forming a linear pair are. അപ്പം നമുക്ക് ഫസ്റ്റ് ലീനിയർ പെയർ എന്താണെന്ന് അറിയണം. എന്നാലേ ടു ആംഗിൾസ് ഫോം ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ലീനിയർ പെയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതിലുണ്ടാവുന്ന ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതിലുണ്ടാവുന്ന ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇനി അതിനെ ഒരു ലൈൻ വന്ന് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇന്റർസെക്ട് മീൻസ് ആ സ്ട്രെയിറ്റ് ലൈന് ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇത് ഫുൾ 180 ആണ് അല്ലേ? അപ്പൊ അതിനെ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇരുവശമുള്ള ആംഗിൾസ് തമ്മിൽ സം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടുള്ളത്? 180 ഡിഗ്രിയാണ് കിട്ടേണ്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈന് ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പോൾ രണ്ട് ആംഗിൾസ്, ഇരുവശത്തുമുള്ള രണ്ട് ആംഗിൾസും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർ പെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ആംഗിൾസും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണമെന്ന്. ഈ 180 എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലിമെന്ററി ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്താന്ന് പറയാം? ടു ആംഗിൾസ് ലീനിയർ പെയറിൽ ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? സപ്ലിമെന്ററി ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? ലീനിയർ പെയർ എന്താണെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈന് ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇരുവശമുള്ള ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ പെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. What type of angles are A and E? അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ എയും ഇയും ഉണ്ടല്ലേ? ഇത് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ നോക്കിക്കേ, ഇത് രണ്ടും എന്താണ്? പാരലൽ ലൈൻ ആണ്. അതിന് കട്ട് ചെയ്തൊരു ലൈൻ വരുന്നുണ്ട്. ആ ലൈനിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ട്രാൻസ്വേഴ്സൽ ലൈൻ. അപ്പം നമുക്ക് രണ്ട് പാരലൽ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിം സൈഡിലുള്ള, ഓക്കെ, അതായത് ഈ ഒരു സൈഡിൽ ഉള്ള ആംഗിൾസ് ആണ് എന്തെന്ന് പറയുന്നത്? എയും ഇയും എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ട്രാൻസ്വേഴ്സൽ ലൈൻ്റെ സെയിം സൈഡ് വരുന്നതും ഒന്ന് പുറത്തും, അതായത് ഒന്ന് എക്സ്റ്റീരിയറും ഒന്ന് അകത്തും, അതായത് ഇന്റീരിയറുമായിട്ട് വരുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, കറസ്പോണ്ടിങ് ആംഗിൾസിൽ വേറൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. എന്താണത്? നമ്മളിപ്പോൾ ആംഗിൾ എ എടുത്തു, അപ്പോൾ അതിൻ്റെ വേർട്ടെക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് അല്ലേ? ഇനി നോക്കിക്കേ, നമ്മൾ ആംഗിൾ ഇ എടുത്തു, അതിൻ്റെ വേർട്ടെക്സ് എന്താണ്? ഇതാണ് അല്ലേ? വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റിലല്ലേ ഈ ആമും വന്ന് മീറ്റ് ചെയ്തിരിക്കുന്ന, അതായത് ഒരു ആംഗിളിന്റെ രണ്ട് ആംസും വന്ന് മീറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റ് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാമല്ലോ. ഇതിന്റെ വേർട്ടെക്സ് ഇതാണ്, ആംഗിൾ ഇയുടെ വേർട്ടെക്സ് ഇതാണ്. അപ്പൊ ഇതേപോലെ ഡിഫറെന്റ് വേർട്ടിസസ് വരുന്നതും ട്രാൻസ്വേഴ്സൽ ലൈൻ്റെ സെയിം സൈഡ് തന്നെ വരുന്നതും ഒന്ന് എക്സ്റ്റീരിയറും ഒന്ന് ഇന്റീരിയറുമായിട്ടുള്ളതിനെ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ എയും അതായത് എയും ഇയും എന്ത് ടൈപ്പ് ഓഫ് ആംഗിൾ ആണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പൊ നമുക്ക് ആൻസർ എന്തെന്ന് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ്. ക്ലിയർ ആയോ അന്നേരം? ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. When a transversal cuts two parallel lines, each pair of corresponding angles are.
കണ്ടോ, നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന എന്താണ്, ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ഓരോ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസിനെയും ഓരോ ജോഡി കറസ്പോണ്ടിങ് ആംഗിൾസിനെയും നമുക്ക് എന്താണെന്ന് പറയാം. ഇപ്പം നമ്മൾ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. രണ്ട് പാരലൽ ലൈൻസ്, അതിനെ കട്ട് ചെയ്ത് വരുന്ന ലൈനിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, അതിൻ്റെ എന്താണ് സെയിം സൈഡ് വരുന്നതും അല്ലേ, നമുക്ക് ഈ ഫിഗറിൽ തന്നെ പറഞ്ഞുതരാം. അതിൻ്റെ സെയിം സൈഡ് വരുന്നതും ഒന്ന് എക്സ്റ്റീരിയറും ഒന്ന് ഇൻറ്റീരിയറും ഡിഫറെൻറ്റ് വേർട്ടിസസ് ഉള്ളത് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് പഠിച്ചു അല്ലേ. ഇനി എന്താണ് നമ്മൾ അറിയേണ്ടുള്ളതെന്ന് അറിയാവോ, അത് ഈക്വൽ ഇൻ മെഷർ ആയിരിക്കും. അതായത് ഇവിടെ 50 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്ത് തന്നെ ആയിരിക്കും, 50 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്തെന്ന് പറയാം, ഈച്ച് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ. കണ്ടോ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, when the sum of the measures of two angles is 90 degree the angles are called. അതായത് രണ്ട് ആംഗിൾസിന്റെ മെഷർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ആംഗിൾസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, എന്തെന്നായിരിക്കും വിളിക്കുന്നത്, കോംപ്ലിമെന്ററി ആംഗിൾസ്. കോംപ്ലിമെന്ററി ആംഗിൾസ്. ഇനിയിപ്പോൾ ഇവിടെ 180 ഡിഗ്രി ആണ് വന്നതെന്ന് വെച്ചോ, അപ്പോൾ എന്താ നമ്മൾ വിളിക്കുന്നത്, സപ്ലിമെന്ററി ആംഗിൾസ്. മനസ്സിലായ എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമല്ലോ. ദ മെഷർ ഓഫ് ദി കോംപ്ലിമെന്റ് ഓഫ് ദ ആംഗിൾ 40 ഡിഗ്രി ഇസ്. ഇനി നമ്മളെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഒരു ആംഗിൾ 40 ഡിഗ്രി ആംഗിളിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണെന്നുള്ളത് നമുക്ക് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അതായത് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. അതായത് രണ്ട് ആംഗിൾസ് തമ്മിൽ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടിയാൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 40 ഡിഗ്രിന്ന്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടുള്ളത്, 90യിൽ നിന്നും നമ്മൾ ഈ 40 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും. 90 മൈനസ് 40 എത്രയാണ്, 50 ഡിഗ്രി. കണ്ടോ, അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താണ് കിട്ടിയത്, 50 ഡിഗ്രി. ക്ലിയർ ആയോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് ടു പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സ് then each pair of interior angles on the same side of the transversal are. എന്താണ് നമ്മളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് ആദ്യത്തെ ഫിഗറിലോട്ട് ഒന്നും കൂടി പോകാം. അപ്പോൾ അത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഫിഗർ ഒന്നും കൂടി എടുത്തു. എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ വന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പാരലൽ ലൈൻസിന്റെ ഉള്ളിൽ കിടക്കുന്ന ആംഗിൾസിനെയാണ് നമ്മൾ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, നമ്മളെടുത്ത് ഈ പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ വന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്, അതായത് ഈ ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ സെയിം സൈഡിൽ, ഈ സൈഡിൽ തന്നെ കിടക്കുന്ന അല്ലെങ്കിൽ ഈ സൈഡ്, ഓക്കെ, ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ രണ്ട് ആംഗിൾസ്. ഇപ്പൊ ഇവിടുത്തെ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, സിയും ഇയും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും സെയിം സൈഡ് അല്ലേ ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ആർ, ഇതിന്റെ രണ്ടിന്റെയും എന്താണ് സം എന്തുവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, 180 ഡിഗ്രി. കാരണം ഈ ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ സെയിം സൈഡിൽ കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അതായത് എന്താണ്, സപ്ലിമെന്ററി അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ആംഗിൾ സിയും ആംഗിൾ ഇയുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ ഇപ്പുറത്തെ സൈഡ് കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ആംഗിൾ ഡിയും ആംഗിൾ എഫും. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, 180 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ടു പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, then each pair of interior angle on the same side of the transversal are എന്താണ്, സപ്ലിമെന്ററി അല്ലേ. നമ്മൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും എന്ന് പറഞ്ഞു. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണത്, സപ്ലിമെന്ററി.
അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? സപ്ലിമെന്ററി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? റൈറ്റ് ദ കോംപ്ലിമെന്റ് ഓഫ് ദ ഫോളോയിങ് ആംഗിൾസ്. ഇവിടെ നമുക്ക് ആംഗിൾസ് തന്നിട്ടുണ്ട്, അതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്? കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, രണ്ട് ആംഗിൾസ് തമ്മിൽ മെഷർ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് ആ 90 ഡിഗ്രിയിൽ നിന്നും ഈ 40 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഈക്വൽ ടു 90 മൈനസ് 40 എന്ത് കിട്ടി നമുക്ക്? 50 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ 40 ഡിഗ്രിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 50 ഡിഗ്രി. ഓക്കെ, അടുത്ത 70 ഡിഗ്രി നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. 90 മൈനസ് 70 എന്ത് കിട്ടും? 30 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ കോംപ്ലിമെന്റ് ഓഫ് ദി ആംഗിൾ 70 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി. കോംപ്ലിമെന്റ് എന്ന് കണ്ടാൽ ഉടനെ ഇതേപോലെ 90ൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിനെ മൈനസ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത എന്താണ്? റൈറ്റ് ദ സപ്ലിമെന്റ്. ഇനി നമ്മളെടുത്ത് സപ്ലിമെന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന ആംഗിൾസിന്റെ. ഓക്കെ, സപ്ലിമെന്ററി ആംഗിൾ എന്ന് വെച്ചാൽ എത്രയാണ്? 180 ഡിഗ്രി അല്ലേ? രണ്ട് ആംഗിൾസ് തമ്മിൽ അതിന്റെ മെഷർമെന്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പൊ ഇവിടെ എന്താണ്? 45 ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 180ൽ നിന്നും 45 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടും? 135 ഡിഗ്രിന്ന് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ഇവിടുത്തെ സപ്ലിമെന്റ് കണ്ടുപിടിച്ചു. അടുത്തത് എന്താണ്? 90 ഡിഗ്രി. അത് ഇതുപോലെ എന്ത് ചെയ്യണം? 180 മൈനസ് 90 എന്ത് കിട്ടും നമുക്ക് ആൻസർ? 90 ഡിഗ്രി. കണ്ടോ? സപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാന്ന് മനസ്സിലായോ? അടുത്ത എന്താണ്? 2/5 ഓഫ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളിന്റെ 2/5 അല്ലേ? അതിന്റെ സപ്ലിമെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടുള്ളത്? ഈക്വൽ ടു 180ൽ നിന്ന് മൈനസ് ചെയ്യണോ നമുക്കറിയാം. അപ്പോൾ 180 മൈനസ് എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? 2/5 ഓഫ് റൈറ്റ് ആംഗിൾ. 2/5 ഓഫ് റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്? എങ്ങനെ എഴുതാം നമുക്ക്? 2/5 ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റു ഇടണം അല്ലേ? അതിന് പകരം ഇൻറ്റു റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഇൻറ്റു 90 ഡിഗ്രി. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടുള്ളത്? 180 മൈനസ് എന്താ നമ്മൾ ചെയ്യേണ്ടുള്ളത്? 5 കൊണ്ട് നമ്മൾ 90 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 5ന്റെ ടേബിൾസിൽ 90 ഉണ്ട്. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 18 അല്ലേ? 18 5s ആണ് 90. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ന്യൂമറേറ്ററുള്ള 2 × 18 ചെയ്യണം അല്ലേ? 2 18s എത്രയാണ്? 36 അല്ലേ? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? 180ൽ നിന്നും 36 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 144 ഡിഗ്രി. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്റ് സപ്ലിമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 144 ഡിഗ്രി. മനസ്സിലായോ എല്ലാവർക്കും ചെയ്യുന്നത് എങ്ങനെയാന്ന്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? x ഡിഗ്രി. ഇതിന്റെ സപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈസി അല്ലേ? എന്താ ചെയ്യേണ്ടുള്ളേ? 180 മൈനസ് x അതാണ് അതിന്റെ സപ്ലിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? 180 മൈനസ് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സപ്ലിമെന്റ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഈസി അല്ലേ? അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ആംഗിൾസ് എക്സ് വൈ ആൻഡ് ഇസഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് നല്ലവണ്ണം സൂക്ഷിച്ചു നോക്കിക്കേ. നമുക്കറിയാം, രണ്ട് ലൈൻസ് തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ കിടക്കുന്ന ആംഗിളും ഇവിടെ കിടക്കുന്ന ആംഗിളും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഇതിന് നമ്മൾ എന്തെന്ന് പറയും? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയും. ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിച്ചൂടെ? ഇവിടെ 120 ആവുമ്പോൾ ഇവിടെ ഇസഡ് എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം, ആംഗിൾ ഇസഡ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. എന്താണ് റീസൺ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നല്ലവണ്ണം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? ഈ ലൈനിനെ നോക്കിക്കേ, ഈ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്തിരിക്കുന്നു അല്ലേ? അപ്പം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അതിൻ്റെ ഇരുവശമുള്ള ആംഗിൾസ് എന്ന് പറയുന്നത്
എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? തമ്മിൽ സം ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ലീനിയർ പെയർ. ഞാൻ ഒന്നും കൂടി അതൊന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. കണ്ടോ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ. കണ്ടോ, അതിനെ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഇരുവശമുള്ള ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രീന് കിട്ടണം. അപ്പം അതിനെയാണ് നമ്മൾ ലീനിയർ പെയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിൻ്റെ ഒരു വശത്തുള്ള ആംഗിൾ ഇവിടെ എന്താണ്? 120 ഡിഗ്രി. അപ്പം ഞാനിവിടെ 120 ഡിഗ്രി എഴുതി. അടുത്ത എന്താണ് കിടക്കുന്നത്? എക്സ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി? ഇത് തമ്മിൽ ഫുൾ ആഡ് ചെയ്യുമ്പോൾ 180 ആണെന്ന് അറിയാം. അപ്പോൾ ഈ 180ൽ നിന്നും 120 മൈനസ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടത്തില്ലേ? അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. അപ്പം അതെങ്ങനെ എഴുതാം? നമുക്കെടുത്ത് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് 180 മൈനസ് 120. എന്ത് കിട്ടും നമുക്ക്? 180 മൈനസ് 120 60 ഡിഗ്രി. റീസൺ എന്താണ് ഇവിടെ? ലീനിയർ പെയർ. എങ്ങനെയാണ് ലീനിയർ പെയർ വന്നതെന്നുള്ളത് മനസ്സിലായോ എല്ലാവർക്കും? എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ആ സ്ട്രെയിറ്റ് ലൈനിനെ അല്ലേ ഈ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇരുവശമുള്ള ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ആംഗിൾസിൽ നിന്നും ഇതിനെ കുറച്ചാൽ മതിയല്ലോ. ടോട്ടൽ എത്രയാണ് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? 180 അല്ലേ. അപ്പോൾ ആ 180ൽ നിന്നും 120 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സ് കിട്ടും അല്ലേ. അങ്ങനെയാണ് നമ്മളിവിടെ 60 ഡിഗ്രീന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ഇവിടെ നമ്മളിപ്പോൾ 60 കണ്ടുപിടിച്ചു. ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ y എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ് നമുക്കത് കിട്ടിയത്? y is equal to 60 ഡിഗ്രി. റീസൺ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. നമ്മൾ പഠിച്ചല്ലേ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് given A parallel to B and angle 4 is equal to 50 degree, find the measures of all the other angles in the figure. അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? എയും ബിയും പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ആംഗിൾ 4 50 ഡിഗ്രി ആണെന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ള ആംഗിൾസിൻ്റെ എല്ലാം മെഷർമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ 4 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എന്താണ് റീസൺ? ഗിവൻ അല്ലേ, നമുക്ക് തന്നിട്ടുള്ളതാണ്. അടുത്ത എന്താണ്? നമുക്ക് നോക്കിക്കേ, നല്ലവണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാകും. ഈ ഒരു ലൈനും കൂടി തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനത് ഇങ്ങോട്ടൊന്ന് എടുത്ത് വരയ്ക്കുകയാണ്. രണ്ട് ലൈൻസ് തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയും. എന്നിട്ട് എന്താണ്? അതിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇതും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ 4 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആംഗിൾ 2 എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. റീസൺ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ക്ലിയർ ആയോ? ഇനി അടുത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇവിടുത്തെ തന്നെ ഫുള്ളും കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ആംഗിൾസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആംഗിൾ 3 കണ്ടുപിടിക്കണം അല്ലേ ഇനി. അപ്പോൾ നമുക്ക് ആംഗിൾ 2 കിട്ടി, അത് 50 ഡിഗ്രി ആണെന്ന് നമ്മൾ എഴുതി. ഇനി ആംഗിൾ 3 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നല്ലവണ്ണം ഒന്ന് നോക്കിക്കേ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. അതിന് ഒരു ലൈൻ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അതിൻ്റെ ഇരുവശമുള്ള ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് റീസൺ? ലീനിയർ പെയർ അല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ 3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്നും 50 മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ 3 കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? ആംഗിൾ 3 ഈസ് ഈക്വൽ ടു 180 മൈനസ് 50 അല്ലേ. നമ്മുടെ റീസൺ എന്താണ്? ലീനിയർ പെയർ. ഓക്കെ, അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 130 ഡിഗ്രീന് കിട്ടും അല്ലേ. അപ്പോൾ ആംഗിൾ 3 ഇവിടെ എന്താണ് കിട്ടിയത്? 130 ഡിഗ്രീന്ന് കിട്ടി അല്ലേ. ഇവിടെ 130 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ 1 എന്തായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. എന്താണ് റീസൺ? ഇത് രണ്ടും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അതിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം.
ആംഗിൾ 1 is equal to 130 degree. എന്താണ് റീസൺ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടുള്ളത്? ആംഗിൾ 8 എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? ആംഗിൾ 8 കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ഇതാ നോക്കിക്കേ, ആംഗിൾ 4 ഇവിടെ എന്താണ്? 50 ഡിഗ്രി ആണല്ലേ? അപ്പോൾ ആംഗിൾ 4 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 8 എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ് നമുക്ക് 50 ഡിഗ്രിന്ന് കിട്ടിയത്? ഇത് ഏത് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ്? ഇത് രണ്ടും 4ഉം 8ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് പാരലൽ ലൈൻസ് വന്ന് അതിനെ കട്ട് ചെയ്ത് ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ വന്നാൽ അതിൻ്റെ സെയിം സൈഡ് വരുന്നതും ഒന്ന് എക്സ്റ്റീരിയറും ഒന്ന് ഇൻറ്റീരിയറും, അതായത് ഒന്ന് അകത്തും ഒന്ന് പുറത്തും ആയതും അതേപോലെ തന്നെ എന്താണ് ഡിഫറെൻറ്റ് വേർട്ടിസസും വരുന്നതുമായ ആംഗിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് വിളിക്കുന്നത് അല്ലേ? അതിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ആംഗിൾ 8 ഈക്വൽസ് എത്രയാണ്? 50 ഡിഗ്രി. റീസൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ. അപ്പോൾ ഇവിടെ ആംഗിൾ 8 50 ഡിഗ്രി ആണ് അല്ലേ വന്നത്? അപ്പോൾ ഇത് നോക്കിക്കേ, ആംഗിൾ 6 എന്തുമായിരിക്കും അന്നേരം? 50 ഡിഗ്രി ആയിരിക്കും. എങ്ങനെ കിട്ടിയത് നമുക്ക്? ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ? അതിൻ്റെ മെഷർമെൻറ്റ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമുക്കിവിടെ എന്തെന്ന് എഴുതാം? ആംഗിൾ 6 ഈക്വൽസ് എത്രയാണ്? 50 ഡിഗ്രി. റീസൺ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ക്ലിയർ ആയോ? ഇനി അടുത്ത് എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ആംഗിൾ 7ഉം ആംഗിൾ 5ഉം അല്ലേ? അപ്പോൾ ഇതാ നോക്കിക്കേ, ആംഗിൾ 5 നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കിട്ടും? ഇതാ നോക്കിക്കേ, ഇവിടെ ആംഗിൾ 1 എത്രയാണ്? 130 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവിടെ ആംഗിൾ 5 എന്തായിരിക്കും? 130 ഡിഗ്രി. എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഇത് രണ്ടും ഏത് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. എന്തുകൊണ്ടാണ്? ട്രാൻസ്വേഴ്സൽ ലൈൻ്റെ സെയിം സൈഡാണ്, ഒന്ന് എക്സ്റ്റീരിയറും ഒന്ന് ഇൻറ്റീരിയറുമാണ്, പിന്നെ എന്താണ്? ഡിഫറെൻറ്റ് വേർട്ടിസസും ആണ്. അങ്ങനെയുള്ളത് എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് എഴുതിക്കൂടെ? ആംഗിൾ 5 എത്രയാണ് നമുക്ക് എഴുതാം? ആംഗിൾ 5 is equal to 130 ഡിഗ്രി. എന്താണ് റീസൺ? കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ? നമുക്ക് എഴുതാം ആംഗിൾ 1 is equal to ആംഗിൾ 5 അല്ലേ? അപ്പോൾ ആംഗിൾ 5 is equal to 130 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആംഗിൾ 5 130 ഡിഗ്രി ആയപ്പോൾ ആംഗിൾ 7 എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ് വന്നത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ആംഗിൾ 7 is equal to 130 ഡിഗ്രി. റീസൺ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? വളരെ ഈസി അല്ലേ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഓക്കെ ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. ഇനി നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലവണ്ണം നോക്കിക്കേ, ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റൂളാണ് ഇവിടെ വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞു തന്നു, രണ്ട് പാരലൽ ലൈൻസ്, അതിനെ കട്ട് ചെയ്ത് ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ വന്നാൽ അതിൻ്റെ സെയിം സൈഡ് കിടക്കുന്ന, ഒരേ സൈഡിൽ തന്നെ കിടക്കുന്ന ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞു തന്നില്ലേ അത് നേരത്തെ. അപ്പോൾ നമുക്കിവിടെ y കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ഇതിൻ്റെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ 180ൽ നിന്ന് 135 മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതെടുത്ത്? y is equal to 180 മൈനസ് എത്രയാണ്? 135. റീസൺ എന്ത് എഴുതാം നമുക്ക്? ആംഗിൾസ് ഓൺ ദ സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ്, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇൻറ്റീരിയർ ആംഗിൾസ്, സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആർ എന്താണ്? 180
ഡിഗ്രി അല്ലേ. സെയിം സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ആർ എന്താണ് 180 ഡിഗ്രി. അപ്പൊ നമുക്ക് y is equal to 180 minus 135 എന്ത് കിട്ടും നമുക്ക് is equal to 45 ഡിഗ്രി. അപ്പൊ ഇവിടെ ആംഗിൾ ഇവിടെ വൈയുടെ വാല്യൂ എത്രയാണ് 45 ഡിഗ്രി. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.